ഞാൻ എൻ്റെ പടത്തിന് അത് തന്നെ മോളിവുഡ് ടോക്സ് എന്നാണ് ഇത്. മോളിവുഡ് ടൈംസ് എന്നെന്തോണ്. ഓക്കെ, കണ്ടില്ലെങ്കിൽ പടം പോയി കാണുക. അതിൻ്റെ ക്ലൈമാക്സിൽ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. അതായത് ഞാനിവിടെ നിന്ന് പല സത്യങ്ങളും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പോലും നിങ്ങളതൊന്നും കേൾക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പോകുന്നില്ല. കാരണം നിങ്ങൾക്ക് ഞാനെന്ന് പറയുന്ന വ്യക്തിയെ ഇഷ്ടമല്ല. അയ്യോ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർ എന്താണോ പറയുന്നത് അത് മാത്രമേ നിങ്ങൾ കേൾക്കത്തുള്ളൂ, കാണത്തുള്ളൂ. പിന്നെ ഞാൻ ഇവിടെ ഇരുന്ന് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് എൻ്റെ സമയം കളയാന്നല്ലാതെ എനിക്ക് ഇതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. 3 ഗ്യാങ് ഡിസ്മാൻഡിലായ ഗ്യാങ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമെന്ന് ഞാൻ പറഞ്ഞതായി ഞാൻ ഓർക്കുന്നില്ല. ഇതിനു മുമ്പ് ഗ്യാങ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയപ്പോഴും 28 ഗ്യാങ്ങായി കുറഞ്ഞത് കൊണ്ടാണ് ഗ്യാങ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയത്. നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഇത്രയും ചിന്തിച്ചാൽ മതി. 30 ഗ്യാങ്ങിൽ നിന്ന് T47 എന്ന് പറയുന്നൊരു ഗ്യാങ് ഡിസ്മാൻഡിലായപ്പോഴത്തേക്ക് നമ്മൾ 29 സ്ലോട്ടിലോട്ട് ചുരുങ്ങിയായിരുന്നു സെർവർ. ഓക്കെ, 29 ഗ്യാങ്സ് ആയിട്ട് ചുരുങ്ങിയായിരുന്നു. അതിനുശേഷമാണ് MRC ഡിസ്മാൻഡിലാകുന്നത്. അപ്പോഴാണ് 28 ഗ്യാങ് ആയിട്ട് മാറിയത്. ഓൾഡർ ക്യൂ, താങ്ക് യു. മനസ്സിലായോ? 28 ഗ്യാങ് ആയിട്ട് ചുരുങ്ങിയത്. ആ 28 ഗ്യാങ് ആയപ്പോഴാണ് നമ്മൾ ഗ്യാങ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയത്. ഇത് നിങ്ങൾക്ക് മനസ്സിലാവണം. ഇത്രയും കാര്യം നിങ്ങൾക്ക് പിടികിട്ടിയോ? അതേ സെയിം കാര്യം തന്നെ ഞാൻ ഇപ്പോഴും പറയുന്നുള്ളൂ. അതായത് നിങ്ങളുടെ MRC ഡിസ്മാൻഡിലായ സമയത്ത് ഗ്യാങ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയപ്പോൾ എന്ത് ക്രൈറ്റീരിയ ആണോ സെർവർ ഫോളോ ചെയ്തത്, അതേ ക്രൈറ്റീരിയ തന്നെയാണ് ഇവിടെയും നമ്മൾ പറയുന്നത്. ഇതിന് മുമ്പ് 28 ഗ്യാങ് ആയപ്പോഴാണ് നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയത്. ഇപ്പോഴും അതേപോലെ 28 ഗ്യാങ് ആകുമ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കും. ഇല്ലെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഈ ഡിസ്മാൻഡിൽ എന്ന് പറയുന്നത് ഗ്യാങ്ങുകൾ ഡിസ്മാൻഡിലാവുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇപ്പൊ കറന്റ് 30 ഗ്യാങ് ഉണ്ട്. ഇവിടെ ഗ്യാങ് അക്സെപ്റ്റ് ചെയ്ത സമയത്തും ആ ലൈവിൽ ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, സെർവറിൽ ഇപ്പോൾ ഉള്ള 32 ഗ്യാങ്ങിൽ നിന്ന് വീണ്ടും 2 ഗ്യാങ് കൂടെ നമ്മൾ ഡിസ്മാൻഡിൽ ചെയ്യും. അത് കഴിഞ്ഞ് സെർവർ സ്ലോട്ട് 30 ആക്കും. അതിനുശേഷം ഗ്യാങ്ങുകൾ ഡിസ്മാൻഡിലാവുമ്പോഴായിരിക്കും ഈ പറയുന്നത് പോലെ എന്താണ് നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുന്നത്. ഇനി അതും വേണമെങ്കിൽ ഞാൻ അതും കാണിച്ചു തരാം. കിടന്ന് കഷ്ടപ്പെടുന്നത് എന്തിനാ? ഇവിടെ നമ്മൾ ഗ്യാങ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയത് നിങ്ങൾ അത് വായിച്ചു നോക്കിയായിരുന്നോ? ഇല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടെ കാണിച്ചു തരാം. ഗ്യാങ് ആപ്ലിക്കേഷൻ. ഓക്കെ, ഇതിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയ സമയത്ത് ഇവിടെ ഇട്ടിരുന്നത് എത്രയാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ഇതാണ്ട് എക്സ്നാൻസ് ഗ്യാങ് ആപ്ലിക്കേഷൻ ഒഫീഷ്യൽ. ഇത് എഡിറ്റഡ് ആണോ? എഡിറ്റഡ് അല്ല. അപ്പോൾ ഇത് എഡിറ്റഡ് അല്ല. ഇതിട്ടിരിക്കുന്ന ഡേറ്റ് 6/17/2026. അതായത് ജൂൺ മാസം 17-ാം തീയതിയാണ് ഗ്യാങ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയത് അനൗൺസ്മെന്റ് ഇട്ടിരിക്കുന്നത്. ഇതിൽ വ്യക്തമായി പറയുന്നുണ്ട് ഇതിൽ എത്ര പേര് ഗ്യാങ് ആവുന്ന ഇതിൽ പറയുന്നുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഹൈറ്റർ ഗ്യാങ് എക്സ്പെക്ടേഷൻ ആപ്ലിക്കേഷൻ ഓപ്ഷൻ ആപ്ലിക്കേഷൻ ഓപ്പൺ നൗ കണ്ട ഓപ്പൺ ഫോർ ലിമിറ്റഡ് സ്ലോട്ട്സ്. ദിസ് ഇസ് ഹൈലി പ്രോസസീവ് ആൻഡ് ഓൺലി വെൽ ഓർഗനൈസ്ഡ് ആക്ടിവിറ്റി റോൾ പ്ലേ വിൽ ബി. ഓക്കെ, ഇതിനു മുന്നേ ഞാൻ പറഞ്ഞുതരാം. ഇത് ഓപ്പൺ ആക്കിയ സമയത്ത് ഈ ലിമിറ്റഡ് സ്ലോട്ട്സിൻ്റെ അവിടെ 2 സ്ലോട്ടായിരുന്നു കൊടുത്തിരുന്നത്, 2 സ്ലോട്ട്സ് എന്ന്. അതിനുശേഷം രണ്ടാമത് റീപോസ്റ്റ് ചെയ്തതായിരിക്കും. ഓക്കെ, ഇവിടെ ഈ ലിമിറ്റഡ് സ്ലോട്ട്സ് എന്നുള്ളിടത്ത് 2 സ്ലോട്ട്സ് എന്നാണ് കിടന്നത്, 30 ആക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനാണ് പറയുന്നത് 2 സ്ലോട്ടൊന്നും മെൻഷൻ ചെയ്യേണ്ട, ആപ്ലിക്കേഷനിൽ ആൾക്കാർ ഇടട്ടെ. ഇട്ടതിന് ശേഷം നമുക്ക് നോക്കി ആക്ടിവിറ്റി നോക്കിയിട്ട് നമുക്ക് എത്ര ഗ്യാങ് സ്ലോട്ട് ഓപ്പൺ ആവുന്നുണ്ടോ അത് ബേസ് ചെയ്ത് നമുക്ക് ആളെ എടുക്കാം. നമ്മൾ 2 ഗ്യാങ്ങിനെ എടുക്കാനാണ് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. ഈ പറയുന്നത് പോലെ 500 പോയിന്റ് കംപ്ലീറ്റ് ആക്കാണ് നമ്മൾ വെച്ചൊരു ത്രെഷോൾഡ്. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. ഇവിടെ ആപ്ലിക്കേഷൻ സ്ലോട്ട് ഇട്ട ഗ്യാങ്ങുകൾ നിങ്ങൾ നോക്ക്. PH അവർക്ക് 20 മെമ്പറാണ് ആപ്ലിക്കേഷൻ സമയത്തുള്ളത്. ഈ 20 മെമ്പർക്ക് മാത്രമേ നമ്മൾ റോള് കൊടുക്കത്തുള്ളൂ. ഓക്കെ, ഈ പറയുന്ന IG സെഡ് 33 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ഇവരാണ് ഏറ്റവും ഫസ്റ്റ് 500 പോയിന്റ് കംപ്ലീറ്റ് ചെയ്ത്. അതായത് ആപ്ലിക്കേഷൻ ഇട്ട് മോണിറ്ററിങ് സ്റ്റാർട്ട് ചെയ്ത് 3-ാം ദിവസം ഇവർ കംപ്ലീറ്റ് ആക്കി. അതായത് അറൗണ്ട് 17-ാം തീയതി 19-ാം തീയതി ഇവർ ആപ്ലിക്കേഷൻ ഇട്ടു. ഓക്കെ, നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ടാണ് സ്റ്റോപ്പ് ചെയ്തത്. ഇത് കഴിഞ്ഞ് നമ്മൾ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം 3 ദിവസം കൊണ്ട് അവർ കംപ്ലീറ്റ് ആക്കി. അവർക്ക് ഓക്കെ നമുക്ക് പറയാം 3 ദിവസം, അവർക്ക് 33 മെമ്പേഴ്സ് ഉണ്ട്, അതുകൊണ്ട് 3 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആയി. എൽ ക്ലാസിക്കോയ്ക്ക് 34 മെമ്പേഴ്സ് ഉണ്ട്. പക്ഷെ അതിൽ 1, 2, 3, 4, 5 പേർക്ക് നമ്മളിവിടെ വൈറ്റ് ലിസ്റ്റോ റോളോ ഒന്നും കൊടുത്തിട്ടില്ല മോണിറ്ററിംഗ് പീരീഡിൽ. അപ്പോൾ 29 പേര് ഇവർക്കും ആളുണ്ടെന്ന് കരുത്. RB7 25 മെമ്പേഴ്സ് ആണുള്ളത്. ഓക്കെ, RB7 25 മെമ്പേഴ്സ്. ഇവരിട്ടിരുന്ന DNA ക്ക് 32 മെമ്പേഴ്സ് ഉണ്ട്. ഇവർക്ക് പോയിന്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, ഇവർ ഗ്യാങ് ആയില്ല.
അഞ്ഞൂറാൻ ബ്രദേഴ്സ് A&B ഇവർ 26 മെമ്പേഴ്സാണുള്ളത്. ഇവർക്കും പോയിന്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവർ ഗ്യാങ് ആയില്ല. ഇതിൽ റസു 7 ഇവർക്ക് 25 മെമ്പേഴ്സാണുള്ളത്. ഇതും അവരും ഗ്യാങ് ആയില്ല. ഫോർ ദ വിൻ ഇവർ ആ ലിസ്റ്റിൽ പോലും എങ്ങനെ ഒത്തിട്ടില്ല 23 മെമ്പേഴ്സ് വെച്ച്. ഞാൻ ചോദിക്കുന്നത് ഈ മെമ്പർ ഓക്കെ മറ്റവർക്ക് മെമ്പർ കൂടുതൽ, അപ്പോൾ മെമ്പർ കുറഞ്ഞ ആൾക്കാർ 500 പോയിന്റ് കംപ്ലീറ്റ് ആക്കിയില്ലേ? ബ്രോ മൺഡേ വരെ ടൈം പറഞ്ഞു എന്ന് നിങ്ങൾ പറയുന്നു. നമ്മൾ പറഞ്ഞത് ആദ്യമേ ഫസ്റ്റ് ടു കംപ്ലീറ്റ് 500 പോയിന്റ്സ് എന്നാ പറഞ്ഞേ. 7 ദിവസം ആ 500 പോയിന്റ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയമാണ്. അല്ലാതെ 7 ദിവസം നിങ്ങൾ പോയിന്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഗ്യാങ് ആക്കുമെന്നല്ല അതിൻ്റെ അർത്ഥം. നമുക്ക് ഓപ്പൺ ആയിട്ടുള്ള സ്ലോട്ടുകളിൽ ഫസ്റ്റ് ടു കംപ്ലീറ്റ് നിങ്ങൾക്ക് ആദ്യം ഇത് ഞാൻ കുറച്ച് മുന്നേ എടുത്ത് കാണിച്ചു നിങ്ങളെ പറയുന്നത് തന്നെ. MRCക്ക് 2 ഗ്യാങ് വരുന്നുണ്ട്. ആ 2 ഗ്യാങ്ങിൽ ആദ്യമേ ആരാണോ ത്രഷോൾഡ് കംപ്ലീറ്റ് ചെയ്യുന്നത് അവർക്ക് ഗ്യാങ് ഹൗസ് ലൊക്കേഷൻ കൊടുക്കും. മനസ്സിലായോ? ഇത് മനസ്സിലാവുന്നുണ്ടോ ബ്രോ? ഫസ്റ്റ് ടു കംപ്ലീറ്റ് എന്നുള്ള വിത്ത് ഞാൻ അന്ന് 2 ആഴ്ച മുന്നേ പറഞ്ഞ സാധനം വിത്ത് വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇതിൽ നിങ്ങൾ ചിന്തിക്കുക, ഈ ലൊക്കേഷൻ തന്നെ വേണമെന്നുണ്ടെങ്കിൽ തന്നെ ലൈവിൽ പബ്ലിക്കായിട്ടാണ് ഞാൻ പറയുന്നത്. ആദ്യമേ ആരാണോ ത്രഷോൾഡ് കംപ്ലീറ്റ് ചെയ്യുന്നത് അവർക്ക് ഗ്യാങ് ഹൗസ് ലൊക്കേഷൻ കൊടുക്കും എന്ന് എൻ്റെ ലൈവിൽ 2 ആഴ്ച മുന്നേ ഞാൻ പറഞ്ഞ കാര്യമായത്. മനസ്സിലായോ? സോ വിട് ഗ്യാങ്, നിങ്ങൾ ഈ 500ന്റെ ത്രഷോൾഡ് കംപ്ലീറ്റ് ചെയ്യുന്ന വിട്. ഇത് അറ്റ്ലീസ്റ്റ് ആ ഗ്യാങ് ഹൗസ് ലൊക്കേഷൻ എങ്കിലും ആദ്യമേ 500 പോയിന്റ് ഗ്രൈൻഡ് ചെയ്തുകൂടായിരുന്നോ? അവർക്ക് ഗ്യാങ് ഹൗസ് ലൊക്കേഷൻ കിട്ടത്തില്ലായിരുന്നോ? സോ ഈ 500 പോയിന്റ് അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ പേരിലാണ് അവർ ഗ്യാങ് ആവാതെ പോയത്. അത് ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കുക. ഇത് ഇനി ഞാൻ ഇവിടെ സംസാരിക്കത്തില്ല. ഓക്കെ, ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഇനി ഞാൻ തരത്തുമില്ല. എനിക്ക് തരാൻ താല്പര്യവുമില്ല, സമയവുമില്ല കളയാൻ. അഞ്ഞൂറ് പോയിന്റ് കംപ്ലീറ്റ് ആക്കിയാൽ എല്ലാ ഗ്യാങ് ആവുമെന്ന് ഞാൻ പറഞ്ഞു. അതേപോലെ ഞാൻ പറയുന്നുണ്ടായിരുന്നു ബാക്കിയുള്ള നമ്മുടെ സെർവറിലുള്ള അതായത് എത്ര ഗ്യാങ് സ്ലോട്ട് ഓപ്പൺ ആവുമെന്ന് നമ്മളിപ്പോൾ പറയുന്നില്ല. അത് ബാക്കിയുള്ള ഗ്യാങ്ങിൻ്റെ മോണിറ്ററിങ് കംപ്ലീറ്റ് ആക്കി അവർ ഡിസ്മാൻഡിൽ ആയതിനു ശേഷം നമ്മൾ പറയാം കറക്റ്റ് എത്ര സ്ലോട്ട് ഉണ്ടെന്നുള്ളത്. അതേപോലെ മോണിറ്ററിങ് ഒരാഴ്ച കഴിഞ്ഞു, മറ്റേ ഗ്യാങ്ങുകളുടെ മോണിറ്ററിങ് കഴിഞ്ഞു. അതിൽ മിനിമം ത്രഷോൾഡ് പോയിന്റ് കംപ്ലീറ്റ് ആക്കാത്ത ഒരു ഗ്യാങ് ആയിരുന്നു. ആ ഗ്യാങ്ങിനെ സർവീസ് എടുത്ത് ഡിസ്മാൻഡിൽ ചെയ്തു. എന്നിട്ടാണ് അപ്പോഴാണ് 28 ഗ്യാങ് ആയിട്ട് നമ്മൾ വന്നത്. അപ്പോൾ 28 ഗ്യാങ് ആയപ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ 4 പേരെ എടുത്തിട്ട് 32 ഗ്യാങ് ആക്കിയത്. ഇരുപത്തെട്ടോ 29 ആയാൽ ഗ്യാങ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആവും. ആ 28 ആകുമ്പോൾ ഓപ്പൺ ആക്കണോ 29 ആകുമ്പോൾ ഓപ്പൺ ആക്കണോ എന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല. പക്ഷേ നിങ്ങൾ എന്നെ ഇങ്ങനെ പ്രഷർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 28 ആയാലേ ആക്കത്തുള്ളൂ എന്ന് ഞാനങ്ങ് തീരുമാനിക്കും. മനസ്സിലായോ? ഇരുപത്തൊമ്പത് ആകുമ്പോഴത്തേക്ക് ഓപ്പൺ ആക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ ഇങ്ങനെ എന്നെ ഫോഴ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും 28 ആക്കിയാലേ ഞാൻ ഇനി ഗ്യാങ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കും. ദയവ് ചെയ്ത് ഇതാക്കരുത്. കാരണം വേറെ കുറേ പേര് പറയുന്നൊരു ക്ലിപ്പ് ഞാൻ കണ്ടായിരുന്നു. ആ ക്ലിപ്പ് എവിടെ പോയാ ക്ലിപ്പ്? ഞാൻ എൻ്റെ ഡിസ്കൗണ്ടിലുണ്ടോ ആ ക്ലിപ്പ്? ആ ക്ലിപ്പ് എൻ്റെ ഡിസ്കൗണ്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ 2 ക്ലിപ്പ് കണ്ടു. അതും കൂടെ ഞാൻ കാണിച്ചു തരാം. ഞാൻ അതും കൂടെ കാണിച്ചിട്ട് ഞാൻ ഈ സംസാരം ഇവിടെ നിർത്താൻ പോവുകയാണ്. ഓക്കെ, എവിടെ ഇതിനകത്ത് വന്നിട്ടുണ്ടാവണം വീഡിയോ. വന്നിട്ടില്ലേ? ഇല്ല, ഇതിൽ വീഡിയോകളൊന്നും വന്നിട്ടില്ല. നല്ല ഡിസ്കൗണ്ടിൽ വന്നിട്ടുണ്ടോ? ബോക്സ് വന്നിട്ടില്ല. കുഴപ്പമില്ല, ഞാൻ തന്നെ കാണിച്ചു തരാം. മറ്റേത് സർവർ ഡീഗ്രഡേഷൻ്റെ ക്രൈറ്റീരിയയിലാണ് ഞാൻ പെടുത്തേണ്ടെങ്കിൽ ഈ രണ്ടാമത് പറഞ്ഞ സാധനം ഞാൻ ഏത് ക്രൈറ്റീരിയയിൽ ഞാൻ പെടുത്തും? ഞാൻ ഏത് ക്രൈറ്റീരിയയിൽ പെടുത്തും? ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ എന്തെങ്കിലും ഒരു ഞാൻ തുറന്നു പറയാം. ഞാൻ പബ്ലിക്കലി അക്സെപ്റ്റ് ചെയ്തോണ്ട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇവിടെ MRC ഗ്യാങ് ആയിരുന്ന സമയത്ത് MRC ഗ്യാങ്ങിനെ
ഞാൻ സപ്പോർട്ട് ചെയ്തതുപോലെ അത്രയും, അല്ലെങ്കിൽ ആ ഒരു ഗ്യാങ്ങിനെ ഈ സെർവർ സപ്പോർട്ട് ചെയ്തതുപോലെ അത്രയും വേറൊരു ഗ്യാങ്ങിനെയും സപ്പോർട്ട് ചെയ്തില്ല, ഇൻക്ലൂഡിങ് ടി വിയെ. ലൈവിലിരുന്ന് ഞാൻ പറയാം, ഇൻക്ലൂഡിങ് ടി വിയെ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ നിങ്ങളുടെ ഗ്യാങ് ലീഡേഴ്സ് ആയിട്ടിരുന്നേയും കോ ലീഡേഴ്സ് ആയിട്ടിരുന്ന ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മനസ്സിലായോ? അത് നിങ്ങളുടെ ലീഡറിനോട് കോ ലീഡറിനോട് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. MRCനെ സർവർ സൈഡ് സപ്പോർട്ട് ചെയ്ത് അത്രയും ആരെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, ഇവിടെ ഒരു സാധനം കയറ്റണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഞാൻ വീണ്ടും പറയാം, ഈ സെർവറിൽ നിങ്ങൾക്കൊരു സാധനം കയറ്റണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ഉള്ളിൽ തന്നു കഴിഞ്ഞാൽ പോലും നാളെ സാധനം സെർവറിൽ കയറത്തുള്ളൂ. നിങ്ങൾ ഇന്ന് എന്ത് സാധനം തന്നാലും നാളെ സാധനം സെർവറിൽ കയറത്തുള്ളൂ. ഇവിടെ 6 മണിക്ക് റീസ്റ്റാർട്ടിന് 2 മിനിറ്റ് മുമ്പ് കൊണ്ട് തന്നിട്ട് പോലും ഇവിടുത്തെ ഡെവലപ്പേഴ്സ് ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ അവർക്ക് ഈ പറയുന്ന സാധനങ്ങളും പലതും ഇട്ട് കൊടുത്തിട്ടുണ്ട്, കയറ്റി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഇത്രയൊക്കെ നമ്മൾ ചെയ്തു തന്നിട്ട് നിങ്ങൾ ഗ്യാങ് ആവാത്തത് നമ്മുടെ കുറ്റം കൊണ്ടല്ല, അത് ആദ്യമേ മനസ്സിലാക്കുക. നിങ്ങൾ ഗ്യാങ് ആയില്ലെങ്കിൽ നിങ്ങൾ ആക്ടിവിറ്റി കാണിക്കാത്തതുകൊണ്ടാണ്, നിങ്ങൾ 500 പോയിന്റ് കംപ്ലീറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. അതിന് സർവറിനെ പഴിച്ചിട്ട് കാര്യമൊന്നുമില്ല. മനസ്സിലായോ? നിങ്ങളുടെ സമയത്ത് മര്യാദയ്ക്ക് ഇവിടെ മോണിറ്ററിംഗ് കൊണ്ടുവരുന്ന സമയത്ത് സർവർ കളിച്ചിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്യാങ് ആയാനെ. ഇവിടെ 20 മെമ്പേഴ്സ് ഉള്ള ഒരു ഗ്യാങ്ങിന് 500 പോയിന്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ 25 മെമ്പേഴ്സ് ഉള്ള നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിച്ചില്ല? എന്നിട്ട് കുറ്റം സെർവറിന്, എന്നിട്ട് ലൈവിൽ ഇരുന്നിട്ട് ഓരോമാർ ഇങ്ങനെ പറയുന്നത് കേട്ടോണ്ടിരിക്കണം. ഇനി ഏതെങ്കിലും ഒരുത്തൻ്റെ വായിന്ന് ഇമ്മാതിരി ഒരു സെർവറിനെ പറ്റി ഒരു സംഭവം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ കട്ടായിട്ട് ഞാൻ ഇപ്പം പറയാം, RZ7 ഗ്യാങ് ആവത്തില്ല. ആ ഗ്യാങ്ങിൽ ഇപ്പം ലിസ്റ്റ് ഇട്ട എത്ര മെമ്പേഴ്സ് ഉണ്ടോ എല്ലാത്തിനും ഇവിടെ പെർമനന്റ് അടിക്കും. പച്ചയ്ക്ക് പറയുക ഞാൻ, പച്ചയ്ക്ക്. ഇതിന്റെ ഫസ്റ്റ് വാണിംഗ് ആണ്, എഴുതിയെടുത്തു. ഇപ്പൊ നീയൊക്കെ പറഞ്ഞത് ഞാനത് വിട്ട് പോട്ടെ, ഫ്രസ്ട്രേഷന്റെ പുറത്ത് പറഞ്ഞായിരിക്കാം. പക്ഷെ ഇനി മാസ് തന്നെ എന്താ നിനക്കെന്താ ബുദ്ധിമുട്ടുണ്ടോ? എടാ കാണാൻ വഴി ഇറങ്ങി പോടാ കുണ്ണേ. നിന്റെ അലവരാണ് ഇവിടെ ഞാനിരിക്കുന്നത്. എന്റെ കാശ് എന്റെ ഇത് കൊടുത്തിട്ട് കറണ്ട് ബില്ല് കൊടുത്തിട്ട് ഞാനിവിടെ ലൈവ് ഇട്ടോണ്ടിരിക്കുന്നത്. വേണമെങ്കിൽ കണ്ടാൽ മതി.